റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശത്തിൻ്റെ മാർഗമായിക്കൊണ്ട് പറഞ്ഞ ഒരു വചനമുണ്ട്. നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, പരസ്പരം ഭക്ഷണം ഊട്ടുക, ബന്ധങ്ങൾ നന്നാക്കുക എന്ന് പറയാണ് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കും. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്, ലോകം മുഴുവൻ ശാന്തമായി ഉറങ്ങാണ്. ആ സമയത്ത് നീയും നിൻ്റെ പടച്ചവനും മാത്രം. എന്തൊരനുഭൂതിയായിരിക്കും അത്. ഞാനും എൻ്റെ അള്ളാഹുവും മാത്രമായിട്ട് രഹസ്യമായ സംഭാഷണത്തിലേർപ്പെടാം. അങ്ങനെയല്ലേ പ്രേമഭാചനങ്ങൾ, മറ്റാരുടെയും ഒരു വിധത്തിലുള്ള ഇടപെടലുമില്ലാതെ തികച്ചും സ്വകാര്യമായി മാറിയിരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ഒരു അടിമ അള്ളാഹുവെ പ്രാപിക്കുക എന്ന അർത്ഥത്തിൽ രാത്രിയിൽ, പ്രത്യേകിച്ച് രാത്രിയുടെ 3-ാം യാമത്തിൽ അള്ളാഹുവെ പ്രാപിക്കുമ്പോൾ അള്ളാഹു തആല ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നത് ഹദീസല്ലേ, പ്രവാചക വചനമാണ്. ഇങ്ങനെ ആനന്ദത്തിൻ്റെ അതിരുകളില്ലാത്ത അനുഭൂതികളിലേക്ക് കടന്നു പോകാനാണ് യഥാർത്ഥത്തിൽ നമസ്കാരം നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമസ്കാരം നമുക്ക് പലപ്പോഴും ഒരു നിർബന്ധമായ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. അത് നാം പഠിക്കാൻ ശ്രമിക്കണം. നമസ്കരിക്കാൻ വേണ്ടി നമസ്കരിക്കുക എന്നൊരു രീതിയല്ല ആ കൽപ്പനകളിലുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതരിച്ച അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ സൂറയുടെ അവസാന ഭാഗത്ത് കാണാം, കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. വേണ്ട, നീ അവനെ അനുസരിക്കരുത്, നീ സുജൂദ് ചെയ്യൂ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടൂ. ഇങ്ങനൊരു വചനമുണ്ട്. എന്താ ഇതിൻ്റെ സന്ദർഭം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൻ്റെ ചാരത്ത് നമസ്കരിക്കുമ്പോൾ അബൂജഹൽ എന്ന നിഷേധി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും തടയാൻ ശ്രമിച്ചു. ഒരിക്കൽ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകൻ്റെ തോളിൽ സുജൂദിലിരിക്കെ തോളത്തിട്ട സംഭവമില്ലേ, നമുക്കൊക്കെ അറിയാം. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല, അതിൽ നിന്ന് തല പൊക്കാൻ കഴിയാതെ പ്രവാചകൻ ശ്വാസം മുട്ടി ബുദ്ധിമുട്ടിയപ്പോൾ തൻ്റെ അരുമ മകളായ ഫാത്തിമ ബീവി വന്നിട്ടാണ് പിതാവിൻ്റെ തലയിൽ നിന്ന് ഈ കുടൽമാലകൾ വകഞ്ഞു മാറ്റി കൊടുത്തത്. അല്ലാഹു തആല ഇടപെട്ടു. അറഅയ്തല്ലദീ യൻഹ, തടയുന്നവനെ നീ കണ്ടുവോ? അബ്ദൻ ഇദാ സ്വല്ല, അടിമ നമസ്കരിക്കുമ്പോൾ. ഇത്ര രൂക്ഷമായിട്ട് അല്ലാഹു തആല ഇടപെട്ടു. എന്താ കാരണം? ആരാധനാ സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. അത് ലംഘിക്കപ്പെടാൻ പാടില്ല, ആരാലും തടയപ്പെടാൻ പാടില്ല. ആരാധനാ സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ മൗലികാവകാശമാണ്. വിശ്വാസ സ്വാതന്ത്ര്യം, അറിയാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതേപോലെ ആരാധനാ സ്വാതന്ത്ര്യം മൗലികാവകാശങ്ങളിൽപ്പെട്ടാണ്. അത് തടയപ്പെട്ടപ്പോഴാണ് പടച്ചതമ്പുരാൻ അങ്ങനെ പ്രതികരിച്ചത്. എന്നിട്ട് പറഞ്ഞു, അവനെ അനുസരിക്കരുത്, നീ സുജൂദ് ചെയ്യൂ, ഇങ്ങനെ കൽപ്പിക്കാനുണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മുമ്പിലുള്ള കീഴ്വണക്കമാണ്, അടിമത്തമാണ്. അതോടൊപ്പം ഒരു പ്രതികരണ രീതി കൂടിയാണ്. ആരാധന തടയപ്പെടാൻ പാടില്ല. സൃഷ്ടാവിൻ്റെ മുമ്പിൽ തലകുനിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ മൗലികാവകാശമാണ്. അതിൽ മറ്റൊരാൾക്കും കൈവക്കാൻ അധികാരമില്ല എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ നമസ്കാരം എന്നത് ശരിക്കും ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ട് മാറുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നീ നമസ്കരിക്കുക എന്ന് കൽപ്പന നൽകിയ വേറെയും സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട്. വളരെ പ്രയാസകരമായ സാഹചര്യം. മക്കയിൽ ഇസ്ലാമിൻ്റെ പ്രതിയോഗികൾ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ എന്ത് ചെയ്യണം? നമുക്ക് അദ്ദേഹത്തെ തടവിലിടാം, ചിലർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു നാട് കടത്താം.
ഇനിയും ചിലർ പറഞ്ഞു പോരാ, അദ്ദേഹത്തെ വധിച്ച് കളയണം. ഇങ്ങനെയുള്ള നിർണായകമായ ഒരു ഘട്ടമെത്തിയപ്പോൾ എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യം. അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ ഇടപെട്ട് പറയുന്നുണ്ട്, അങ്ങനെ താങ്കളെ ഈ ഭൂമിയിൽ നിന്ന് പിഴുതു കളയാനാണ് അവരുടെ ഭാവമെങ്കിൽ വഇദല്ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, താങ്കളെ കൂടാതെ അവർ ഈ മണ്ണിൽ അധിക കാലമൊന്നും നിലനിൽക്കുകയില്ല. ഇങ്ങനെ അല്ലാഹു തആല ശക്തമായി താക്കീത് നൽകുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറഞ്ഞതെന്നറിയാം? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്നൊന്നും അല്ല പറഞ്ഞത്. അഖിമിസ്സലാ, താങ്കൾ നമസ്കാരം നിലനിർത്തൂ. അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ വസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. താങ്കൾ സൂര്യൻ ഉച്ചയിൽ നിന്ന് തെറ്റുന്നത് മുതൽ രാവേറെ ചെല്ലുന്നത് വരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുക. പ്രഭാതവേളയിൽ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുക. തീർച്ചയായും പ്രഭാതവേളയിലെ ഖുർആൻ പാരായണം അള്ളാഹുവിങ്കൽ സാക്ഷിയാക്കപ്പെടുന്നതാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതെന്തൊരു വർത്തമാനമാണ്! പ്രവാചകനെ വെട്ടിനുറുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ആളുകൾ രംഗത്ത് വരുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു കൊടുക്കാണ്, നമസ്കരിക്കുക. നമുക്കത് തമാശയായിട്ട് തോന്നും. കാരണം ഇപ്പോൾ നമസ്കരിക്കാൻ നിന്നാൽ മറ്റുള്ളവർ വന്ന് ആക്രമിക്കില്ലേ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ശക്തമായ ഒരു ആയുധമായിട്ട് അവിടെ നമസ്കാരത്തെ അവതരിപ്പിക്കുകയാണ്. നമസ്കരിക്കോ, അള്ളാഹുവിൽ അഭയം തേടോ, അള്ളാഹുവിൽ രക്ഷ തേടോ എന്ന നിലക്ക് വളരെ ശക്തിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് മഴ പെയ്താൽ, ശക്തമായ ഇടിവെട്ട് മഴ, എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുക? ഓ, പള്ളിയിൽ പെട്ടുപോയല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ഇങ്ങനെയല്ലേ പൊതുവെ നമ്മുടെ മനസ്സ് പ്രതികരിക്കാം. അതേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രീതി എന്താ? പ്രവാചകൻ പള്ളിക്ക് പുറത്താണെങ്കിൽ മഴ പെയ്താൽ, ശക്തമായി കാറ്റടിച്ച് വീശിയാൽ, അല്ലെങ്കിൽ ഇടിനാദമുണ്ടായാൽ, അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടായാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് ഓടിയടുക്കുമായിരുന്നു. ബാക്കിയെല്ലാം മറക്കുകയാണ്. അവിടെ എല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവെ പ്രാപിക്കുകയാണ്. ഓടിയെടുത്ത് നമസ്കാരത്തിൽ പ്രവേശിക്കുമായിരുന്നു. ഇവിടെയാണ് നമ്മുടെ മനസ്സും അവരുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് പലപ്പോഴും വീടാണ് സുരക്ഷിതമായിട്ട് തോന്നുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ അള്ളാഹുവിൻ്റെ ഭവനമാണ് സുരക്ഷിതം. അത് തന്നെ അല്ലേ യാഥാർത്ഥ്യം? അതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ് തോന്നുന്നത്. പള്ളിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നു. പ്രവാചകൻ പള്ളിയിലേക്ക് എങ്ങനെയെങ്കിലും ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ട് മാനസികാവസ്ഥയാണ്. ഇതിലേതാണ് നാം തിരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുകയായിരിക്കും, ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതിനിടയിൽ നമസ്കാര സമയമായാൽ എന്നെ ഒട്ടും പരിചയമില്ലാത്ത പോലെ പ്രവാചകൻ്റെ ഭാവം തന്നെ മാറി പെട്ടെന്ന് വീട് വിട്ടിറങ്ങി പോകുന്നത് കാണാം. അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരത്തോടുള്ള സമീപനം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമസ്കാരത്തോടുള്ള നമ്മുടെ സമീപന രീതിയിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ വചനങ്ങളും സംഭവങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമസ്കാരം ഒരു ഇബാദത്താണ്, വ്യക്തിപരമായി അള്ളാഹുമായി അടുക്കാൻ കഴിയുന്ന മാർഗമാണ്, ആത്മീയമായ അനുഭൂതിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ഒരു ആയുധമാണ്. നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനുള്ള, നമ്മുടെ വിശ്വാസത്തിനെതിരിലുള്ള എല്ലാറ്റിനെയും പ്രതിരോധിക്കുവാനുള്ള വളരെ ശക്തമായ ആയുധമായാണ് അല്ലാഹു തആല നമസ്കാരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ചിലർക്ക് ആരാധന കാര്യം നേടാനുള്ള ഒരു കുറുക്കുവഴി മാത്രമാണ്. എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ ഉടനെ അയാൾ പള്ളിയിലേക്ക് ഓടിയെത്തും, അങ്ങനെ നമസ്കരിക്കും.
കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ പള്ളിയുടെ നാലയലത്ത് കാണില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ഇത്തരക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു ഓരത്ത് നിന്ന്, ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവെ ഇബാദത്ത് ചെയ്യുന്ന ചിലരുണ്ട്. കാര്യം നേടാൻ വേണ്ടി മാത്രം. കാര്യം നേടുവോളം അള്ളാഹു വേണം, നേടിക്കഴിഞ്ഞാൽ അള്ളാഹുവെ ആവശ്യമില്ല. ഇതേപോലെ മറിച്ചുമുണ്ടാവാം. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കൊള്ളാം എന്ന് പറയും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാലോ, ചെറിയ പ്രയാസങ്ങൾ നേരിടുമ്പോഴേക്ക് ഇതെന്ത് പടച്ചോനാണ്, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഒരു പ്രശ്നവും അവനിതുവരെ പരിഹരിച്ചു തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രാജിവെച്ചു. അതേപോലെ ചില സന്ദർഭങ്ങളിൽ മാത്രം, ഉദാഹരണത്തിന് റമദാൻ മാസമാകുമ്പോൾ പെട്ടെന്ന് പള്ളിയിലേക്ക് ആളുകൾ അടിച്ച് കയറുന്നു. നമ്മൾ തമാശക്ക് പറയില്ലേ, RSP എന്നൊക്കെ പറയും, റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്നൊക്കെ പറയും പോലെ റമദാൻ കഴിഞ്ഞാലോ പെട്ടെന്ന് അവർ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും, ഒന്നും സംഭവിക്കാത്ത പോലെ. പിന്നെ അവർക്ക് നമസ്കാരവുമായോ പള്ളിയുമായോ അള്ളാഹുമായോ പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഗുരുതരമായൊരു തെറ്റിദ്ധാരണയാണ്. കാര്യം നേടാൻ വേണ്ടി മാത്രം അള്ളാഹുവെ പ്രാപിക്കുക, അല്ലെങ്കിൽ അള്ളാഹു വേണ്ടതില്ല. ഇങ്ങനെ ഒരുതരം കച്ചവട മനസ്സ് പലപ്പോഴും നമ്മെ ബാധിക്കാറുണ്ട്. അതേപോലെ ഞാൻ എത്ര നിസ്കരിച്ചതാ, ഇനിയിപ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ എത്ര നമസ്കരിച്ച ആൾ ആരാ ഉള്ളത്? ഇതൊക്കെ പൈശാചികമായ ചിന്തകളാണ്. നമസ്കാരക്കാരനെ ഇബ്ലീസ് പിടികൂടുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ അത്. അതേപോലെ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അള്ളാഹു എല്ലാം കേൾക്കുന്നില്ലേ, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എന്ത് പ്രാർത്ഥിക്കാനോ? ഇങ്ങനെയൊക്കെ വല്ലാത്ത ഒരുതരം വ്യാമോഹം വെച്ച് പുലർത്തുന്ന ആളുകളെയും സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെയും യഥാർത്ഥത്തിൽ പരിപൂർണമായ സമർപ്പണത്തിൻ്റെ, അടിമത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്, അത് സ്വലാത്ത് മുവദ്യ, ഒരു വിടവാങ്ങുന്നവൻ്റെ നമസ്കാരം. ഉദാഹരണത്തിന് ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അങ്ങനെ അവസാനമായിട്ട് അയാളോട് ആഗ്രഹം ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്? അയാൾ പറയുന്നു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരത്തിൻ്റെ ഈമാനെന്ന് ആലോചിച്ച് നോക്ക്. ഇനി അയാൾക്ക് ഈ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ അവസരമില്ലല്ലോ. ആ നമസ്കാരത്തിൽ വല്ലാത്ത ഖുശൂ, വല്ലാത്ത മനസ്സാന്നിധ്യം അയാൾക്ക് അനുഭവപ്പെടില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. മഹാനായ ഹാത്തിമുൽ അസമ്മ റളിയല്ലാഹു അൻഹു എന്ന താബി പണ്ഡിതനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, മഹാനവറുകളെ, എങ്ങനെയാണ് അങ്ങയുടെ നമസ്കാരം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സമയമായാൽ പൂർണ്ണതയോടുകൂടി വുളൂ ചെയ്യും. അങ്ങനെ നമസ്കാര സ്ഥലത്തെത്തും, അവിടെ അല്പം വിശ്രമിക്കും. എന്തിന്? എൻ്റെ അവയവങ്ങളൊക്കെ ഒന്ന് അഴിഞ്ഞ് ഞാൻ പൂർണ്ണമായും നമസ്കാരത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വിശ്രമിക്കും. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് എൻ്റെ 2 കൺപുരികങ്ങൾക്കിടയിൽ കഅബ ഉള്ളതുപോലെ ഞാൻ സങ്കല്പിക്കും. അത്രമാത്രം കഅബയോട് ഞാൻ ചേർന്ന് നിൽക്കുകയാണ് എന്ന് ഞാൻ സങ്കല്പിക്കും. എൻ്റെ വലതുവശത്ത് സ്വർഗമാണ്, എൻ്റെ ഇടതുവശത്ത് നരകമാണ് എന്ന് ഞാൻ സങ്കല്പിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നരകത്തിലേക്കുള്ള വഴിയിലാണ്, ഒരു നൂൽപ്പാലത്തിലാണ് എന്ന് ഞാൻ സങ്കല്പിക്കും. മരണത്തിൻ്റെ മലക്കുൽ മൗത്ത് അസ്രായീൽ എൻ്റെ തൊട്ട് പിറകിൽ ഏത് നിമിഷവും എൻ്റെ റൂഹിനെ പിടികൂടും എന്ന നിലക്ക് എൻ്റെ തൊട്ട് പിന്നാലെയുണ്ട് എന്ന് ഞാൻ സങ്കല്പിക്കും. എന്നിട്ട് ഇത് എൻ്റെ അവസാന നമസ്കാരമാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാലും എനിക്കെൻ്റെ നമസ്കാരത്തെക്കുറിച്ച് ആദിയാണ്, പടച്ചവനെ നീ ഇത് സ്വീകരിക്കുമോ റബ്ബേ, അതോ നീ ഇത് തള്ളിക്കളയുമോ എന്ന അങ്ങേയറ്റത്തെ അസ്വസ്ഥത അപ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഹാത്തിമുൽ അസമ്മ എന്ന മഹാൻ തൻ്റെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. വേണ്ടത് സാങ്കേതികമായ മുന്നൊരുക്കങ്ങളും എല്ലാ ശ്രദ്ധയും ഷർത്തും സുന്നത്തുകളും എല്ലാം ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രചിത്തമായി അള്ളാഹുവിനെ സമർപ്പിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൗത്രൻ
ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ഒരിക്കൽ അഗ്നിക്കിരയായി. വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ വീടിനകത്തുണ്ട്. ആൾക്കൂട്ടം വന്ന് എത്ര വിളിച്ചിട്ടും അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല. ജനങ്ങൾ എങ്ങനെയൊക്കെയോ തീ അണക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ഹസൻ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വീടിന് തീ പിടിച്ചിട്ട് താങ്കൾ പുറത്തിറങ്ങാതിരുന്നത്? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അതിനേക്കാളും വലിയ ഒരു അഗ്നിയെക്കുറിച്ചുള്ള ഭയത്തിലായിരുന്നു, ഞാൻ നമസ്കാരത്തിലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല. ഈ അഗ്നിയേക്കാളും ഗുരുതരമായ നാളെ ബാധിക്കാനിരിക്കുന്ന അഗ്നിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ഞാൻ, അതുകൊണ്ട് ഈ തീയിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ എൻ്റെ മനസ്സിൽ വന്നില്ല എന്ന് അദ്ദേഹം പറയാൻ. ഇങ്ങനെ ഈ ലോകവുമായുള്ള ബന്ധം തന്നെ അറുത്തുമാറ്റി പരിപൂർണമായും അള്ളാഹുവെ പ്രാപിക്കാൻ കഴിയുന്ന അവസ്ഥയിലാകുമ്പോഴാണ് നമ്മുടെ നമസ്കാരം അതിൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമസ്കാരം അനുഷ്ഠിക്കൂ എന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിൻ്റെ പൊരുളും അതുതന്നെയാണ്. അതിനാൽ അള്ളാഹുവിലേക്ക് പരിപൂർണമായി സമർപ്പിതരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി തീരുവാൻ, അവൻ്റെ ഇഷ്ടഭാചനങ്ങളായി തീരുവാൻ, നമസ്കാരം നിലനിർത്തുന്നവരായി തീരുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, നമസ്കാരക്കാരായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, കൃത്യനിഷ്ഠയോടുകൂടി നമസ്കാരത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാകും വിധം നമസ്കാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ. അങ്ങനെ സ്വർഗം നേടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഹൃദയം